എന്തോരം കാശാന്നാ ചേച്ചിയുടെ ആരുടെ മേടിച്ചു? അറുത്ത കൈക്ക് ഉപ്പ് തീർക്കൂല ജന്തു. എന്നിട്ടാണ് ഇവർ ഈ തൊഴിലുറപ്പ് നടക്കുന്നത്. വല്ല കാര്യമുണ്ടോ? അതോ കെട്ടിയാന പുല്ല് വില. കെട്ടിയാന ഒരു അടിമേനെ പോലെയാണ് അവർക്ക്. എന്നാ നമ്മളോട് പറയുമ്പോഴെങ്കിലും മാന്യമായിട്ട് പറയണ്ടേ? അതുമില്ല, വിളിച്ചങ്ങോട്ട് പറയാ. ഫോണൊക്കെ ചെയ്യണ കണ്ണൂടി കെട്ടിയാന് എന്തെടുക്ക പാത്രങ്ങൾ കഴുകി വെക്ക, നിങ്ങൾ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ പറയും. എനിക്കോണേ അവർക്ക് ജോലി ഭർത്താവ് ജോലി ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും ഇവരിങ്ങനെ. എന്താ സന്തോഷം, ഈ രണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ കൂടി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പരദൂഷണം പറയാൻ നല്ല സുഖല്ലേ. പരദൂഷണം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് അമ്മാവനത് എത്ര പുച്ഛം. അത് ലോകം ഉണ്ടായ കാലം മുതലുള്ള ഒരു കലയാണ്, അതിന് ആ നിലയ്ക്ക് കാണണം. അതെ, കല തന്നെയാണ്. ഒരാളുടെ കുറ്റം പറയാ, എന്നിട്ട് ഇങ്ങനെ സന്തോഷിച്ചിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ വീർപ്പ് മുട്ടി ഇങ്ങനെ പൊട്ടും. എന്റെ അമ്മാവ, രണ്ട് പെണ്ണുങ്ങളും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോ അതെങ്ങനെ പരദൂഷണമാവും? ഇത് കുറ്റാണെന്ന് ആര് പറഞ്ഞു? ഞങ്ങളുള്ള സത്യം പറയുന്നു, അത് മൂന്നാമത് കേൾക്കുന്ന ആൾക്ക് കുറ്റമായിട്ട് തോന്നുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പരദൂഷണം പെണ്ണുങ്ങളാ പറയണുള്ളൂ എന്ന് പറയണ്ടല്ലോ, നിങ്ങൾ ആണുങ്ങളോ? അമ്മാവൻ എന്തൊക്കെ കുറ്റങ്ങളാന്നറിയാം എന്നോട്. എന്റെ അമ്മാവ ഇത് മനുഷ്യ സഹജമാണ്, അതിനകത്തൊന്നും വലിയ കാര്യമൊന്നും. നാല് പെണ്ണുങ്ങളുടെ പോലെ ഞങ്ങൾ ആണുങ്ങളൊന്നുമില്ല, ഞങ്ങൾ വേറെ 101 കാര്യങ്ങൾ പറയണ്ട്. ഈ കുറ്റം പരദൂഷണം എന്നല്ല ഞങ്ങളുടെ പണി. അയ്യോ അമ്മച്ചി, അമ്മച്ചി എന്താ ഒന്നും വിളിക്കാതെ പോന്നേ? എന്താടി എനിക്ക് വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തോളോ? അപ്പച്ചൻ വന്നില്ലേ? ഓ ഇല്ല. അല്ല കുഞ്ഞെ, നിനക്ക് കൊച്ചിന്റെ കാര്യമൊന്നും തീരുമാനമായില്ലേ? പ്രായമൊക്കെ ചെന്ന് വരുമോ? അല്ല ചികിത്സ ചെയ്യാൻ നോക്ക്. അതിന്റെ ഒരു ഉള്ള ഇല്ലയോ പറഞ്ഞു, അല്ലെങ്കിൽ കുഞ്ഞിനെ ദത്തെടുക്കട്ടെടി. അല്ല, ചികിത്സ നടത്തുന്നുണ്ട്. അതെ, എന്നെ പിടിച്ചകത്തോട്ടൊന്നും കേട്ടുന്നില്ല. അതാ ഞാൻ പോണോ? അല്ല പിന്നെ എന്റെ മോന്റെ വീടായിരുന്നെങ്കിൽ ഇതൊന്നും ചോദിക്കണ്ടായിരുന്നു. അതെന്താ നിങ്ങൾ അങ്ങനെ പറയണത്? തങ്കത്തിന്റെ വീട് എന്ന് പറഞ്ഞാൽ അത് ക്ലീറ്റോന്റെ വീട് പോലെയല്ലേ? അന്നേരം പോലെ അല്ലല്ലോ, ക്ലീറ്റോന്റെ വീടല്ല, അതും പോലെ. നമുക്ക് അകത്തോട്ട് പോവാം. എന്റെ കൊച്ച, ഈ ബാഗ് ഒന്ന് പിടിക്കാൻ എന്റെ കൈ അടച്ചിട്ട് വയ്യ. ഇവിടുന്ന് പേര് കൊണ്ടോണ്ടാ വന്നത്. എവിടുന്ന്? എന്തടി നമ്മുടെ വീടിനെ പറ്റി? ഒന്നല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ അലവലാതി കയറി കൊണ്ടുവരാണല്ലോ. എന്റെ കർത്താവ്, ഇതാര്? കുന്നേൽ മത്തായിയുടെ ഭാര്യ മേരിക്കുട്ടിയോ? ഇത് എപ്പോഴും വന്ന് പോടാ. നിനക്ക് നിന്റെ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും ഒക്കെ മതിയല്ലേ? ഒരു മോളും മരുമനും ഉള്ളത് അവരവരുടെ വഴി, ഒരു മോനുള്ളത് ഇങ്ങനെ. നിന്റെ അപ്പച്ചനതിക്ക് തൊട്ടേനും പിടിച്ചതിന് മൊത്തം എന്നോടാ വഴക്ക്. വയസ്സാകാലത്ത് എനിക്ക് ആരുമില്ലടാ. അപ്പച്ചനുമായിട്ട് വഴക്കിട്ടിട്ടുള്ള വരവാണല്ലേ? ഞാന് വരുന്നെന്ന് പറഞ്ഞപ്പോ അങ്ങാര് പറയാം, നീ എവിടെ വേണമെങ്കിലും അങ്ങ് പൊയ്ക്കോളെ, അന്ന് വണ്ടിക്കൂലിക്ക് കാശുണ്ടോ, അല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് പോവോ എന്നൊരു ചോദ്യം എന്റെ അടുത്ത് ചോദിച്ചടാ. അതിപ്പോ എന്താ പറയാ അമ്മച്ചി ഇങ്ങോട്ടാണ് വരുന്നത്, അപ്പച്ചൻ അറിയാം, വേറെ എവിടെ പോയി, അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇങ്ങ് വിട്ടത്. എന്നാലോട് ഒരു വാക്ക് ചോദിക്കണ്ടേടാ, നീ ഒറ്റയ്ക്ക് പോവോന്നൊരു വാക്ക് ചോദിക്കണ്ടേ? കുടിക്കാം അമ്മച്ചി. വയസ്സാകാലത്ത് ഇതെല്ലാം അനുഭവിക്കാൻ ദൈവം എന്റെ അടുത്ത് കൽപ്പിച്ചേക്കുന്നത്. എന്ത് ഇത്രയ്ക്ക് അനുഭവിക്കാം? അപ്പച്ചനുമായിട്ട് വഴക്ക് കൂടിയപ്പോ അവിടെ അങ്ങ് പറഞ്ഞു തീർക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അല്ല മക്കളെ, നീ അങ്ങ് കറുത്ത് കരിവാളിച്ചല്ലേ, കൂലിപ്പണിക്ക് വല്ലതും പോവാന്നോടാ നീ? അതെ, 2 ദിവസം ധർണ ഉണ്ടായിരുന്നു അമ്മച്ചി, അങ്ങനെ പോയപ്പോ ഇച്ചിരി വെയിലുള്ളൂ. സെക്രട്ടറിയുടെ അവിടെ ആയിരുന്നേ. ഞാനങ്ങനെ വെയിലത്തും പൊടിയിലൊന്നും വിടാറില്ല അമ്മച്ചി, വീട്ടില് തന്നെ ഇരുത്തിയേക്കുവാ. മക്കളെ, എന്റെ കുഞ്ഞ് നോക്കടി ക്ഷീണിച്ചു പോയി, എന്റെ കുഞ്ഞിനൊന്നും കൊടുക്കുന്നില്ലോടാ. കുഞ്ഞ് ഒരു കുഴപ്പമില്ല. മക്കള് പഠിക്കുകയൊക്കെ ചെയ്യുന്നോ? നല്ലപോലെ പഠിച്ചോണ്ടിരുന്നയാ എന്റെ അപ്പച്ചനും കേട്ടോ, നല്ലപോലെ പഠിച്ചോണ്ടിരുന്നതാ. 8ാം ക്ലാസ് ആയപ്പോ പലതിലും ആയി ശ്രദ്ധ. പിന്നെ എന്റെ കുഞ്ഞിനെ പിടിച്ചാ പോലും കിട്ടത്തില്ല അമ്മച്ചിക്ക്, പ്രസവിച്ചത് മാത്രം മിച്ചം. മക്കളകത്ത് വരുന്ന പഠിക്ക് പോ, അകത്ത് വരുന്ന പഠിക്കും. എന്തിനാ കുഞ്ഞു വിട്ടിരിക്കട്ടടാ, ഞാൻ വന്നതല്ലോ. മക്കൾ വിട്ടിരുന്ന് പഠിക്കും, മക്കൾ വിട്ടിരുന്ന് പഠിക്കും. അമ്മച്ചി വിശേഷങ്ങൾ പറ. വിശേഷം എന്തുവാടാ? ബസ്സൊക്കെ സമയത്ത് കിട്ടിയോ? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബസ്സിന് എനിക്ക് മുട്ടുവേദനയാടാ, 1 മാസം കൊണ്ട് മുട്ടുവേദന. നിന്റെ അപ്പച്ചനും പറഞ്ഞാൽ കേക്കത്തില്ല. നാക്കിന് മാത്രം ഒരു കുഴപ്പം കർത്താവ്. അങ്ങനെ നാക്കിന് കുഴപ്പമായിരിക്കും, നിന്റെ അപ്പച്ചൻ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുവാടാ വയസ്സാ. അപ്പച്ചൻ മാത്രമല്ല, അമ്മച്ചി മോശമൊന്നുമല്ല. ആഴ്ച ഒരു ദിവസമെങ്കിലും അമ്മച്ചിക്ക് ഒന്ന് ഫോൺ വിളിക്കുവോ നീ? നിനക്കതിന്റെ പെണ്ണുമ്പിള്ള മതിയല്ലേ? അയ്യോ തങ്കം, തങ്കം ഉണ്ടെങ്കിൽ അമ്മച്ചിയെ വേണ്ട. തങ്കം ഉണ്ടെങ്കിൽ മക്കൾ ഇവിടെ വന്നിരുന്ന് പഠിക്കും.
മക്കളിവിടെ വന്നിരുന്ന് പഠിക്ക്. അതെ അമ്മച്ചി വിളിക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഭയങ്കര തിരക്കിലല്ലേ പാർട്ടിയുടെ, അതുകൊണ്ടാ കേട്ടാ. നിനക്ക് തിരക്കാടാ, വയസ്സാങ്കാലത്ത് അമ്മയൊന്നും നീ ഓർക്കത്തില്ല, നിനക്ക് തിരക്കാ. അമ്മച്ചി ഒരു കാര്യം ചെയ്യും, മക്കള് തടവണ്ടാക്കളെ. എണ്ണ ഉണ്ടാടാ? എണ്ണ ഉണ്ട്, എണ്ണ എടുത്തു തരാം. അമ്മച്ചി ഇച്ചിരി സമയം കിടക്ക്. ഞാൻ ഇച്ചിരി ഇത് കുടിക്കുന്നില്ലേ? ഓ കടിക്കാൻ വല്ല ഉണ്ടോ? വെറും ചായ മാത്രമായിട്ട് കൊണ്ടുവെക്കുക അവിടെ. ഇപ്പഴും അമ്മച്ചി വന്ന വെറും ചായ. മക്കളി നിന്റെ സ്നാക്സ് ബോക്സിൽ വല്ല ഉണ്ടോ? അതൊക്കെ ഷുഗറൊക്കെ കൂടുതലാ. നാളാടാ ഷുഗർ ഞാൻ കൺട്രോൾ ചെയ്ത് വരും. നീയൊക്കെ കൂടി എന്നെയായിട്ട് മനസ്സ് വിഷമിപ്പിച്ച് ഉള്ള മധുരം എല്ലാം കൂടെ കയറ്റിക്കും. ഓ മുട്ടയിൽ എന്തെങ്കിലും എടുത്തിട്ട് ഇച്ചിരി ഒന്ന് കിടക്കട്ടെ. ദൈവമേ, വയസ്സാങ്കാലത്ത് ഇതൊക്കെ അനുഭവിക്കാൻ ഞാൻ. ദൈവമേ, അമ്മച്ചിയുടെ വായി നാവും ഒക്കെ അവര് എന്തെങ്കിലും ബോധമില്ലാതെ പറഞ്ഞു വെച്ചിട്ട് നീ ഇങ്ങനെ ആവല്ലേ. നിങ്ങളുടെ ജീവിതം ഞാൻ എപ്പോഴാണ് നശിപ്പിച്ചേ? ഞാൻ പറഞ്ഞോ? എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ മനുഷ്യനെ കണ്ണും കൈയും കാണിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച എന്റെ ജീവിതം. ഇപ്പൊ എവിടെ നിന്ന് തെണ്ടിയിട്ടാണെങ്കിലും കൂലിപ്പണിക്ക് പോയിട്ടാണെങ്കിലും നിങ്ങളെയൊക്കെ ഞാൻ നോക്കണില്ലേ? എന്നിട്ട് എടി അമ്മച്ചിയുടെ നാവിന് എല്ലും ഇല്ല, ലൈസൻസും ഇല്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് തിരിച്ച് ഞാൻ പറയാൻ പോയാലോ? അമ്മച്ചനോട് പറയും ഓന് വേറെ കല്യാണം ആലോചിക്കാൻ, സുഖമായിട്ട് ജീവിക്കും. എനിക്കിത് മതിയേ, എനിക്ക് വേണ്ട, എനിക്ക് അറിയാലോ. എന്താ പഠിക്കിട്ട് പോ അതെ എനിക്കിനിയിപ്പോ വേറെ ഒന്നും വേണ്ട, എനിക്കിതിന് മതി കേട്ടോ. അമ്മച്ചിയോട് ഞാൻ പറയാം. ബിസ്ക്കറ്റ് എന്താ വേണമെന്ന് പറഞ്ഞത്? ആർക്ക്? കൊള്ളാം. അതിന് ബിസ്ക്കറ്റ് കൂടെ കൊടുത്താൽ ആ ബിസ്ക്കറ്റിനെ തിന്നിട്ട് ആ ബിസ്ക്കറ്റിനെ കുറ്റം പറയും. അങ്ങനത്തെ മുതലാ അത്. ചായ കുടിച്ചില്ല, ചായ ബാക്കി ഷുഗറെല്ലാം കൂടുതലാ. ഈ ഷുഗറൊക്കെ കൂടുമ്പോ ഇങ്ങനെയൊക്കെ പറയും. വയസ്സാമ എന്റെ അമ്മ എന്താ മോശമാണോ? പിന്നെ എന്റെ അമ്മ അങ്ങനെയൊന്നുമല്ല. നമ്മളെന്താ തെറ്റ് കണക്കാണ്. എന്താടി ഇത് അതിർത്തിയിലാണ് ബോംബ് വന്ന് വീണ പോലെ? അവിടെ അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. അവന്റെ അമ്മ വന്നു ഒരു 4 ദിവസം നിന്ന് പോകും. മതിയല്ലോ, എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഇപ്പൊ വിവരമില്ലാണ്ട് എന്റെ അമ്മ തന്നെ എന്തൊക്കെ പറയണു, നീ ക്ഷമിക്കണില്ലേ? അതുപോലെ കരുതിക്കോ. എന്റെ അമ്മ എന്ത് വിവരമില്ലായ്മ പറഞ്ഞത്? എന്റെ അമ്മ ഒരു പട്ടാളക്കാരന്റെ ഭാര്യ, അതിന്റെ അന്തസ്സിൽ തന്നെ എന്റെ അമ്മ ജീവിക്കണേ, അല്ലാതെ ഇവരെ പോലെയാ. അവന്റെ അമ്മ ഓടി ഞാനൊരു ഉപമ പറഞ്ഞതാ. അങ്ങനെ ഇപ്പൊ ഉപമിക്കണ്ട. നീ പയ്യെ പറയും. അമ്മ അത് കേട്ടിട്ട് അതായിരിക്കും അടുത്ത കേക്കട്ടെ. എനിക്ക് അവിടെ ഒന്നല്ലേ പറയാൻ പറ്റുള്ളൂ, എന്റെ വീട്ടിൽ നിന്ന് പറയാലോ. കാര്യം ഇത് നിങ്ങൾക്ക് കേൾക്കാത്തോണ്ട് അങ്ങോട്ട് ചെന്ന് അവർ തൊട്ടതിന് എന്നെ കണ്ടുകൂടാ. അവർക്ക് സ്നേഹിക്കാൻ ചെല്ലുമ്പോഴത്തേനും അവർ കൊല്ലാൻ വരികയാണ്. അവരുടെ വീട്ടുകാരെല്ലാം തികഞ്ഞ വലിയ മഹാന്മാര്, നമ്മളൊക്കെ ചീത്ത. നമ്മളെന്താ ചാണക്കുഴിന്ന് വന്നവരോ? അതെല്ലാരും അങ്ങനെ തന്നെ. എവള് പറഞ്ഞു കേട്ടിട്ടില്ലേ, എവളെ വീട്ടുകാരാണ് ഏറ്റവും വലിയ ആൾക്കാരെന്ന് പറയും. നീ എന്നെ പറഞ്ഞു? അതെ, ഞാനുള്ളത് മാത്രമേ പറയാറുള്ളൂ, അല്ലാതെ നിങ്ങളെ പോലെ നിങ്ങളുടെ വീട്ടുകാരാണ് വലുതൊന്നും ഞാൻ പറയാറില്ല. ആഹാ, ഇപ്പൊ അങ്ങനെയായി. എടി നീ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമ്മള് ഈ ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാളുടെ ശരികളാണ് പറയുന്നത്. നമുക്ക് തെറ്റായിട്ട് തോന്നും, കാരണം നമ്മൾ ഇപ്പുറത്തെ നിൽക്കുന്നത്. നമ്മൾ അയാളുടെ സൈഡിലേക്ക് നിന്നിട്ട് നോക്കണം. അയാളുടെ ഭാഗത്ത് ചേർന്ന് നോക്കുമ്പോൾ അത് ശരിയായിട്ട് തോന്നും നമുക്ക്. ആ തള്ളയുടെ സൈഡിലൂടെ ചെല്ലാൻ ആ തള്ള സമ്മതിച്ചിട്ട് വേണ്ടേ കനക? ഞാൻ ചെല്ലുമ്പോഴത്തേനും ചൂലും കൊട്ടുകൊണ്ട് നിൽക്കവര്. എനിക്കുണ്ടല്ലോ എന്റെ പെരുവരിൽ കുറച്ച് വേണ്ടിട്ട് ഞാൻ പിന്നെ ഞാൻ നിന്നെ ഡെയിലി വഴക്ക് പറയാൻ കിട്ടുന്നില്ലല്ലോ. ഇതുപോലെ വരുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. അത് കാര്യമാക്കണ്ടേ, പോട്ടത്. കണ്ടില്ല കേട്ടില്ല എന്നിട്ട് അടച്ചാൻ വേണ്ടി ചെൽ. അമ്മാവൻ അവിടെ. അമ്മ വന്നപ്പോ അമ്മാവൻ വേണ്ടല്ലേ? അമ്മയോളം വരില്ലല്ലോ അമ്മാവൻ. ഉപ്പോളം വരില്ലല്ലോ. നീ ഇവിടെ ഇരിക്കാം, വാ എണീറ്റ് ഒരു ചായ എടുത്ത് തന്നെ. വാ ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ. ആ തള്ളയിട്ട് കൊടുക്കട്ടെ പൊന്നുമോന് ചായ. നല്ല ചായ എന്ന് പറയും. പറയുമായിരിക്കും. അമ്മയും മോനും അയ്യോ പടയും ചക്കരയാ. പടയല്ലേ, അടയും ചക്കരയും. മനുഷ്യന്റെ കൊണിയൊക്കെ ഉണ്ട്. കുടിക്കടാ ചായ. ചായ എടുത്താൽ മതി. പെണ്ണും വെള്ളം ഉണ്ടാക്കുന്നവനാണോ നോക്ക്.
നിന്റെ പെണ്ണുമ്പിള ഉണ്ടാക്കിയല്ലേ രുചിയുണ്ടോ അതുമില്ല, അന്ന് നല്ല വൃത്തിയുണ്ടോ അതുമില്ല. എന്തിനാ നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. നല്ല ആസ്വദ ചായ അമ്മച്ചി, കുഞ്ഞുനാളിൽ അമ്മച്ചി ഉണ്ടാക്കി തന്ന അതേ ചായ, ഒരു മാറ്റമില്ല. എടാ അതിരിക്കട്ടെ, ഞാൻ വന്ന് ഇത്രയും നേരമായി, അവൾ എൻ്റെ കൂടെ 2 വാക്ക് പറയാതെ അവൾ കൂടെ കൂടെ അപ്പുറത്തോടി പോന്നെ എന്തുവാടാ? അമ്മച്ചി അത് അവളുടെ വീടല്ലേ ഇത്. എടാ പെൺപിള്ളാരെ കെട്ടിച്ചു വിട്ടാ ആണുങ്ങളുടെ വീട്ടിൽ ഇരിക്കണം, അതങ്ങനെ നീയോ അച്ചി വീട്ടിലില്ലേ പുറത്തുന്നത്? അല്ല അതെ, എന്താ വെച്ചാൽ ഞാൻ അവിടെ അമ്മയൊക്കെ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ആവശ്യമായിട്ട് അവിടെ ഇരിക്കുമായിരിക്കും. എന്നാലോടാ ഈ കൂടെ കൂടെ ഓടിപ്പോന്നത് ശരിയാണോടാ? പെൺപിള്ളേർ വീട്ടിലില്ലേ ഇരിക്കേണ്ടത്? ആണോ? വിളിക്കടാ നീ അവളെ. ഞാൻ ഇപ്പൊ വിളിക്കാം. അവളവിടെ എന്തെങ്കിലും ആവശ്യമായിട്ട് പോയായിരിക്കും. എന്താ ആവശ്യം? തങ്കം, നിന്നെയും ബഹുമാനമല്ല നമ്മുടെ വീട്ടുകാരെയും ബഹുമാനമല്ലായിരിക്കും. തങ്കം, മരുന്ന് ഇങ്ങോട്ട് വാ. അമ്മച്ചി അവള് അങ്ങനെ ഇങ്ങോട്ട് ഓടി വെച്ചാ ഇങ്ങോട്ട് വാ, നീ ഇവിടെ വന്നിക്ക്. നീ കൂടെ കൂടെ അപ്പുറത്തോടിപ്പോ നീന്ത്. ഞാൻ വന്നിട്ടെ ഇന്നലെ ഞാൻ ഇവിടെ വന്നതാ, നീ ഒരു 10 മിനിറ്റ് എൻ്റെ കൂടെ ഇരുന്ന കാര്യം പറഞ്ഞോടി വെച്ചേ. എൻ്റെ മോളായോണ്ട് പറയല്ല, ക്ലാര, അവളവിടെ കെട്ടിയോൻ്റെ നിഴല് കണ്ടാൽ മതി അവിടെ നിൽക്കും. ഞാൻ അങ്ങനെ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ചിരിക്കുന്നു, അല്ല നിന്റെ കൂട്ടൊന്നും അല്ല, നിന്റെ അമ്മ പഠിപ്പിച്ച പോലൊന്നും അല്ല, അറിയാമോ? എന്തിനാ പറയുന്നേ? എല്ലാം നിന്നെ പറഞ്ഞാൽ മതി. നിന്റെ എത്ര പറയാലും മനസ്സിലാവൂലേ? ചെരുപ്പ് വെളിയിട്ട പട്ടി എടുത്തിട്ട് പോകൂലേ? അടുത്ത് ആത്തോണ്ടിരണം, അല്ലേ പിന്നെ ആളുകൾ ഇവിടെ ഇരിക്കുന്നത് ഏതമ്മ? ക്ലീറ്റോന്റെ അമ്മന്ന്. നിനക്കത് അകത്ത് വരിട്ട് വേണേ വെറുതെ മഞ്ഞത്തിരിക്കണതിന് അകത്തിരിക്കാൻ സമ്മതിക്കണ്ട, എന്റെ തല കുയ്യണ തള്ള. എന്ത് ചെയ്ത്? എന്റെ പൊന്നോ, തൊട്ടതും പിടിച്ചതൊക്കെ അവർക്ക് സ്നേഹമായിട്ട് സംസാരിക്കണം അറിഞ്ഞൂടാ. നീ സ്നേഹമായിട്ട് സംസാരിക്കണം, ഞാൻ അങ്ങോട്ട് ചെന്നേച്ചാലും മതി. എന്ത് നീ പൊയ്ക്കേ. എടി ഇതെല്ലായിടത്തും ഉള്ള കുഴപ്പമാണ്. ഒരിടത്തും കുഴപ്പമൊന്നുമില്ല, ഈ അമ്മയ്ക്ക് ഏതാണ്ട് കുഴപ്പമില്ല. നീ നമ്മളമ്മ പോലെ കണ്ടാ മതി. ഈ നമ്മുടെ അമ്മ ഇങ്ങനെയാണെന്നാ നീ പറയണത്? അത് എല്ലാ പെണ്ണുങ്ങൾക്കുള്ള കുഴപ്പമാണ്. ഇപ്പൊ നിന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റുമ്പോ നമ്മളമ്മ എന്ത് വഴക്കോ ഞാൻ കുഴപ്പമില്ല, പക്ഷെ അമ്മായി അമ്മ എല്ലാം പറഞ്ഞാൽ എല്ലാവർക്കും പഴക്കുക, അതാ കുഴപ്പം. അവൻ വന്നില്ലേ? ഇല്ല ഇല്ല, ഇവിടെ വന്നത് അവന് സ്വസ്ഥതക്കാടായി കാണും, അതായിരിക്കും വരാത്തെ. ഈ പാർട്ടി മീറ്റിംഗിന് എന്തെങ്കിലും പോയിട്ടുണ്ടാവും? തലയണ മന്ത്രം അത്രയ്ക്കാന്നല്ലേ, എന്റെ കുഞ്ഞു കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യം എനിക്കറിയാം. എന്റെ അമ്മച്ചി ഇങ്ങനെ എഴുതാപ്പുറം വായിക്കല്ലേ, ഞാൻ ഒരു തലയണ മന്ത്രത്തിന് നിന്നിട്ടില്ല. വന്നപ്പം മുതൽ എല്ലാത്തിന്റെ മുഖഭാവം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ എത്തിയപ്പം തൊട്ട്. എല്ലാം എന്റെ കുഞ്ഞിനെ പറഞ്ഞാൽ മതി. അങ്ങനെ പറയുന്നത് നമുക്ക് സന്തോഷമല്ലേ ഉള്ളു അമ്മ വന്നല്ലേ? ആ മക്കളെ സന്തോഷം. ഇവള് ഇതുവരെ മക്കളെ ഒരു സ്നേഹത്തെ ഒരു വർത്താനം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ വന്നിട്ട് ഇപ്പൊ 2 ദിവസമായില്ലേ, ഒരു സ്നേഹത്തെ അന്ന് അമ്മച്ചി വിഷമിക്കണ്ട ഞങ്ങളുണ്ട് കൂടെ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല, അറിയാമോ? മനസ്സിൽ സ്നേഹമുണ്ട്. എന്റെ കുഞ്ഞ് എന്തുമാത്രം വസ്തു വകയുള്ളവന്, എസ്റ്റേറ്റും ഉള്ളവന് ഇങ്ങനെ വന്ന് കിടക്കേണ്ട കാര്യമുണ്ടോ? അവനിതെല്ലാം വരണം. തള്ള പറഞ്ഞാൽ കേൾക്കത്തില്ല, എല്ലാം വരണം. ഇപ്പൊ അവൻ വരും, വന്നോളും. വരുമ്പോ കുഞ്ഞെന്തേടി? അവളവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. നീ അവനൊന്ന് വിളിക്ക്, ഫോൺ വിളിക്ക്. ഓരോന്നിനെ കെട്ടി വലിച്ചു കൊണ്ടുവരും, ചെറുക്കനൊരു സമാധാനമില്ല. അയ്യോ അമ്മച്ചി ഇതേ അപ്പച്ച. ഹലോ, നീ വിളിക്കണ ഇങ്ങോട്ട് കൊടുക്കുന്ന. ഹലോ അപ്പച്ച, ഇവിടെ ഉണ്ട്. ആ കൊടുക്കാം. ഹലോ, എന്തുവാ നിങ്ങൾ? ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് വണ്ടിക്കൂലി ഉണ്ടോന്നെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചോ? കയ്യിലെന്താ പറ്റി? ഞാൻ അവിടെ ഇല്ലായിരുന്നപ്പോൾ കഷ്ടപ്പാട് മനസ്സിലായോ? അതെ എൻ്റെ അമ്മച്ചി
ഞാൻ ഇന്നൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ടാ ഇച്ചിരി തിരക്കെന്ന് പറഞ്ഞ ആ കഴിഞ്ഞ വൈകുന്നേരം ഞാൻ കൊണ്ട് വിടാലോ. അപ്പച്ച അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്ന ഞങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞോണ്ട് കരച്ചിലും പിടിച്ചിരുവാ. ഇറങ്ങിയായിരുന്നു. ആ പോട്ട് മോനെ, എന്താന്ന് വെച്ചാലേ അപ്പച്ച ഇന്നലെ എന്നെ ഉറക്കിയില്ല. സത്യം പറഞ്ഞ നീ ഇവിടെ ഇല്ല, നീ എനിക്കങ്ങ് വയ്യാടി, എന്റെ കാല് വയ്യ, കൈ വയ്യ, പണിയെടുത്ത് എത്ര ആയാലും ഞാൻ ഇല്ലാത്തതിന്റെ കേട് അവിടെ അറിഞ്ഞു. കഷ്ടം. അതിരിക്കട്ടെ, എന്ത് പിന്നെ അമ്മാവനോട് കണ്ടില്ല, ഞാൻ പോവാന്ന് പറഞ്ഞേരാ. ഞാൻ പറഞ്ഞേക്കാം അമ്മയോട് പറഞ്ഞേക്കാം. പറഞ്ഞേരാ എന്നാ അമ്മച്ചി അങ്ങ് എത്തിയിട്ട് ഉടനെ ഒന്ന് വിളിച്ച് പറയണം. അത് ഇവിടെ ഉള്ളവനൊന്ന് സമാധാനമായിട്ട് ഇരിക്കാനാ. അത് ഞാൻ അവിടെ എത്തിയ ഉടനെ വിളിച്ചു പറയുന്നത്. അപ്പച്ചന്റെ ഫോണിൽ തന്നെ എന്റെ ചാർജ് ഇല്ലെന്ന് തോന്നുന്നു. മക്കളെ കുത്തി വെച്ചായിരുന്ന ഫോണ്, അമ്മച്ചിയുടെ ഫോണിൽ ചാർജ്. ഞാൻ ചെന്നിട്ട് ഞാൻ വിളിക്കാടാ അപ്പച്ചന്റെ ഫോണിൽ. ഇവിടെ ഇട്ടിട്ടുണ്ട്, ഈ സൈഡിലുണ്ട്. എല്ലാരും അന്വേഷിച്ചെന്ന് പറയണേ മക്കളെ ഞാൻ ഒന്നും പറഞ്ഞതും കൊണ്ട് നീ അത് കാര്യമൊന്നും ആക്കണ്ട. നിന്റെ കൂടെയുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ കേട്ടോ. ഇനി ഇവനെ ഒന്നും പറയാനും ചെയ്യണ്ട. എന്റെ കുഞ്ഞ് കഷ്ടം പോട്ട്, അവനൊരു പൊട്ടനുവാ എന്തെങ്കിലും പറഞ്ഞാല്. ഇനിയിപ്പം വെയില് മഴ വല്ലതും വന്നാൽ അറിയത്തില്ല. അങ്ങ് ഇറങ്ങട്ടെ മക്കളെ, 2 മണിക്കൂർ വേണ്ടായോ? അതെ, ഞാൻ ബസ് കയറ്റിട്ട് കണ്ടോടാ, കണ്ടോ എന്റെ കുഞ്ഞിന് എന്റെ കൂടെ എന്തൊക്കെ പറഞ്ഞാലും സ്നേഹമാണ്, നിന്റെ കൂട്ടൊന്നും അല്ല. ബസ് വെച്ച് റോഡിലോട്ട് കയറി നിന്ന് കൈ കാണിച്ചേക്കണേ. അപ്പച്ചൻ വിളിച്ചായിരുന്നു. പാവം നല്ല സന്തോഷത്തോടെ പോകണം രണ്ടും കൂടെ. ഒരു 2 ദിവസം നിന്നൂടായിരുന്നാടാ അമ്മയ്ക്ക്? ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ അമ്മച്ചി 2 ദിവസം ഇവിടെ നിർത്തണമെന്നൊക്കെ. പിന്നെന്തൊരു ഒരു ത്രാസിന്റെ 2 തട്ടും ഒരുപോലെ ബാലൻസ് ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെ, 2 ദിവസം അമ്മച്ചി ഇവിടെ നിന്നപ്പോ തന്നെ തങ്കത്തിനോട് അതും ഇതുമൊക്കെ പറഞ്ഞത് കേട്ടിട്ട് തങ്കത്തിനാകെ വിഷമമായി. പറഞ്ഞായിരുന്നു. അപ്പൊ ഇനി 2 ദിവസം കൂടെ അമ്മച്ചി ഇവിടെ നിന്ന് വല്ല പൊട്ടലും ചീറ്റിലും ഉണ്ടാകും. പിന്നെ അത് വലിയ ഇടങ്ങേറാണ്. അതുകൊണ്ട് തന്നെ അപ്പച്ചൻ വിളിച്ച് നീ ആരോടും പറയണ്ട. അപ്പച്ചൻ വിളിച്ചെന്ന് പറഞ്ഞില്ലേ, സത്യത്തില് ഞാൻ ആ അപ്പച്ചനെ കൊണ്ട് വിളിപ്പിച്ചേ. ഞാൻ ഇന്നലെ പാലായി പോയേ. ഞാൻ അവിടെ ചെന്ന് അപ്പച്ചനെ കണ്ട് ചെറിയ സാധനമൊക്കെ എടുത്തു കൊടുത്ത് അപ്പച്ചൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അപ്പച്ചനെ ഞാൻ വിളിപ്പിച്ചതാ. അത് ഒരിക്കലും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അപ്പച്ചന് അമ്മച്ചി ഇല്ലാതെ ഒട്ടും ഇരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അപ്പച്ചന് എങ്ങനെ അമ്മച്ചി ഒന്ന് വിളിക്കും എന്നുള്ള ആ ഒരു ഇതിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ ചെന്ന് ഒരു തള്ളൂടെ വെച്ച് കൊടുത്തപ്പോൾ ഫോൺ എടുത്ത് വെച്ച് അമ്മച്ചിയെ വിളിച്ച് കരച്ചിലായി പറച്ചിലായി. ഇപ്പം അപ്പച്ചൻ്റെ ആഗ്രഹവും നടന്നു, എൻ്റെ ആഗ്രഹവും നടന്നു. കാര്യങ്ങൾ സേഫായി. ഓ എൻ്റെ അളിയാ, സത്യം പറഞ്ഞ അമ്മയുടെയും ഭാര്യയുടെയും കൂടെ ഒരു വീട്ടിൽ കഴിയണ ആണുങ്ങളെയൊക്കെ സമ്മതിക്കണം കേട്ടോ. നീ ഇത് ആരുടെ പറയുന്നു? എടാ, കഴിഞ്ഞ കുറെ കൊല്ലമായിട്ട് ഞാനിതല്ലേ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ചിലതൊക്കെ നമ്മൾ കണ്ടെന്നും കണ്ടില്ലെന്നൊക്കെ നടിക്കണം. അതൊക്കെ ഒരു രസമല്ലേ? Alien versus Alien.